സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു ഹെയർ പിൻ കർവുകളുള്ള ഒരു ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കൊല്ലിമല അല്ലെങ്കിൽ കൊല്ലി ഹിൽസ്. ഈ കൊല്ലിമലയിലേക്ക് നാമക്കൽ ടൗണിൽ നിന്നും ഈ കാണുന്ന ചെങ്കുത്തായ മല കയറി 70 ഹെയർ പിൻ കർവുകൾ അടുപ്പിച്ച് കയറി വേണം മുകളിലെത്താനായിട്ട്. അങ്ങനെ മുകളിലെത്തി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഏകദേശം 4500 അടി ഉയരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ഒരു കിഡിലൻ ഡേഞ്ചറസ് ഒരു അഡ്രിനാലിൻ ജമ്പ് ചെയ്യാവുന്ന ഒരു കിഡിലൻ റോഡാണ് ഇവിടുന്ന് കൊല്ലിമലയിലേക്കുള്ള ഈ ഒരു 70 ഹെയർ പിൻ കർവുകളുള്ള ഈ മനോഹരമായിട്ടുള്ള റോഡെന്ന് പറയുന്നത്. കൊല്ലിമല അത് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ വരാനായിട്ട് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ ഭാഗമായി നമ്മൾ ആദ്യമായി കൊല്ലിമല കയറാൻ പോകുന്നു. വെൽക്കം ടു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. Are you ready to go to Kolli Hills? Yes. Yes. 70 ഹെയർ പിൻ കയറാൻ റെഡിയാണോ? റെഡിയാണോ? ഓക്കേ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കൊല്ലിമലയിലേക്കുള്ള ആ ഒരു വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ നാമക്കൽ ഭാഗത്തു നിന്നാണ് വന്നത്. കൊല്ലിമലയിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അങ്ങ് ദൂരെ കാണുന്ന മലയാണ് കൊല്ലിമല. 70 ഹെയർ പിൻ കർവുകളാണ് നമുക്ക് കയറേണ്ടത്. ചെറിയ ഇടുങ്ങിയ വഴിയാണ്. എന്താകും എങ്ങനെയാകും എന്നൊന്നും അറിയില്ല. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാണ്. സമയം ഇപ്പോൾ വൈകിട്ട് 5 മണിയായി. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ മൊത്തം കവുങ്ങും തോട്ടങ്ങളാണ്. അതായത് ഇത്രയും നേരം നമ്മൾ തെങ്ങ് കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നിറച്ച് കവുങ്ങാണ് കാണാൻ സാധിക്കുന്നത്. കവുങ്ങിന്റെ തോട്ടം. കൊല്ലിമലയുടെ മുകളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു കൊച്ചിടുക്കി ജില്ല പോലെയാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പ്ലാവ്, വാഴ, പിന്നെ വാഴ ഇപ്പം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവാത്ത പ്ലാവ്, റംബുട്ടാൻ, അങ്ങനെ പല കൃഷികളും ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് കൊല്ലിമലയുടെ മേളിൽ. കാരണം അതൊരു ഹിൽ സ്റ്റേഷനാണ്. 4000 അടി ഉയരത്തിന് മുകളിലാണ് അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കരവള്ളി എന്ന് പറയുന്ന ഇവരുടെ അടിവാരം എന്ന് പറയുന്ന നമ്മുടെ അടിവാരം എന്ന് പറയുന്നത് ഇവരുടെ കരവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു 70 ഹെയർ പിൻ കർവുകൾ കയറാനായിട്ട് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു സ്ഥലം. ഇവിടെ എവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ട് വേണം പോകാനൊക്കെ അറിയാൻ സാധിച്ചു. എന്തായാലും വി ആർ പ്രൊസീഡിങ് ടുവാർഡ്സ് കൊല്ലിമല. വരുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ചോദിച്ചൊന്നുമില്ല. പേര് നാളൊന്നും എഴുതി കൊടുക്കേണ്ടി വന്നില്ല. ഇതിനു മുമ്പ് പോയ ആൾക്കാരൊക്കെ പേര് അഡ്രസ്സ് എഴുതി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ നമ്മുടെ ഹെയർ പിൻ കർവുകൾ ഇവിടെ ആരംഭിക്കാറായി. അങ്ങനെ നമ്മൾ ഹെയർ പിൻ ബെൻഡ് 1 ഔട്ട് ഓഫ് 70 ഹെയർ പിൻ കർവുകളിൽ ആദ്യത്തെ ഹെയർ പിന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുകളില് നെറ്റ്വർക്ക് ഒക്കെ കമ്മിയായിരിക്കും എന്നൊക്കെ അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാര് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഓഫ്ലൈൻ മാപ്പ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കയറുക. ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ വലിയ ഡെവലപ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. സാധാരണ ഒരു ഗ്രാമമാണ്. നമ്മൾ മൂന്നാർ കൊടൈക്കനാലിൽ പോകുന്ന പോലത്തെ ഒരു സ്ഥലമൊന്നും അല്ല. ഫുഡ് പോലും കിട്ടാൻ പാടാണ്. താമസമൊക്കെ ചെറിയ ബഡ്ജറ്റ് താമസങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു ഹോം സ്റ്റേ ഉണ്ട്. നമ്മുടെ ഒരു മലയാളിയുടെ ഒരു ഹോം സ്റ്റേയിലാണ് ഞാൻ പോയി താമസിക്കാൻ പോകുന്നത്. അങ്ങനെ കുഞ്ഞു സ്ഥലങ്ങളൊക്കെയാണ്. താഴെ ഇഷ്ടം പോലെ ചെറുതും വലുതുമായിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഞാൻ മേളിൽ പോയി കണ്ടതിന് ശേഷം പറഞ്ഞുതരാം. ഇത് മറ്റേ ഈ പെണ്ണുങ്ങളുടെ സ്ലൈഡ് ഇല്ലേ, എന്തൊരു പറയുന്നത്, ഈ മുടിയൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി സാധനം. ശരിയാണല്ലോ, ഹെയർ പിൻ എന്ന് പറയുന്നത് അതാണല്ലോ ഹെയർ പിൻ. ആ ഹെയർ പിന്റെ അതേ രീതിയിൽ ഇത് കാണുന്ന പോലെ അടുപ്പിച്ചാ കയറുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ കയറുക, കംപ്ലീറ്റ് അടുപ്പിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഹെയർ പിന്നില് ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഒരു ബസ് കയറി വരുന്നുണ്ട്. ഇവിടെ തമിഴ്നാട് RTCയുടെ ഇത്തരത്തിലുള്ള ബസ്സുകൾ അവൈലബിൾ ആണ്. ഈ പാവം കാറുകാരൻ കൊണ്ട് പണി കൊടുത്ത് ആ ബസ്സുകാരുടെ കഷ്ടമുണ്ട്. ഇത് നാമക്കലെന്നും അതേപോലെ തന്നെ സേലത്തുനിന്നും ഒക്കെ ബസ്സുകൾ അവൈലബിൾ ആണ്. സേലത്തുനിന്ന് വളരെ കുറച്ച് ബസ്സുകളേ ഉള്ളൂ. നാമക്കലെന്ന് ഓരോ 2 മണിക്കൂറിലും ഇവിടെ മുകളിലേക്ക് ബസ്സുകൾ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ നാമക്കലായിരിക്കും. നാമക്കലിൽ നിന്ന് ബസ്സിൽ കയറി വരാം. ഇവിടെ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ ഈ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇതിപ്പോൾ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വണ്ടി തട്ടുകയാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങിപ്പോകും. കണ്ടോ
ഇത് സ്പോഞ്ചാണ് കണ്ടോ, തെർമോക്കോൾ. സ്പോഞ്ച് അല്ല, മറ്റേ തെർമോക്കോൾ പോലത്തെ സാധനമാണ് കണ്ടോ. ഇതിൽ റിഫ്ലക്ടർ ഉണ്ട്. അപ്പോൾ വണ്ടി ഇറങ്ങി വന്ന് ഇത് തട്ടുവാണെങ്കിൽ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ മറിഞ്ഞു പോകാൻ അല്ലെങ്കിൽ തിരിഞ്ഞ് കറങ്ങി പോകാനോ തട്ടി നിർത്താനോ അല്ലെ വണ്ടി ചളുങ്ങത്തില്ല. വണ്ടി ചളുങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടോ. ഇതുപോലെയുള്ള അടിപൊളി റോഡാണ് കേട്ടോ, എന്തായാലും സൂപ്പർ റോഡാണ്. ഇത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി ധാരാളം വീഡിയോകളും ആർട്ടിക്കിൾസും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഫൈനലി നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളങ്ങനെ കൊല്ലി ഹിൽസ് എത്തി. കൊല്ലി ഹിൽസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കിയവനെ സമ്മതിക്കണം. വഴി വെട്ടി തെളിച്ച് എങ്ങനെയായിരിക്കും ഇതൊക്കെ, ഏതൊക്കെ വഴിയായിരിക്കും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അന്തക്കാലത്തെ ആൾക്കാരെയൊക്കെ സ്കില്ല്. അങ്ങനെ നമ്മൾ ഈ 70 ഹെയർപിൻ ബെൻഡുകൾ കയറി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കൊല്ലിമലയുടെ മുകളിൽ. നോക്കൂ, 70 ഹെയർപിൻ ബെൻഡുകൾ കയറി നമ്മൾ ആ ഒരു കൊല്ലിമല കീഴടക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, പൊളിച്ചില്ലേ? അതാണ് അബി, നീയുടെ ഡ്രൈവർ. നമ്മളിപ്പോ ഏകദേശം 4500 അടി ഉയരത്തിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സമയം ഇപ്പൊ 6:20 ശരിക്കും എറണാകുളത്ത് നിന്ന് രാവിലെ വണ്ടി വിട്ട് കഴിഞ്ഞാല് നമുക്ക് വൈകിട്ട് ഈസി ആയിട്ട് സൺസെറ്റിന് മുമ്പ് നമുക്ക് കൊല്ലിമല കയറി ഇവിടെ ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. അപ്പൊ നമ്മള് രാവിലെ 8:45 ഇറങ്ങി, 8:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മള് വളരെ പയ്യ വന്നു, അവിടെ ഇവിടെ നിർത്തിയാണ് വന്നത്. ശരിക്കും അതെ, രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ടൊരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കൊല്ലിമലയുടെ താഴെ അടിവാരത്ത് എത്താൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഈസി ആയിട്ട് കയറി സൺസെറ്റിന് മുന്നേ മേളിൽ കയറാം. ഈസി ആയിട്ട് വന്നു പോകാവുന്ന ഒരു അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ. ബൈക്കേഴ്സ് ആണെങ്കിലും കാറ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏത് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇഫ് യു ലവ് ഹാപ്പിൻസ്, ഇഫ് യു ലവ് മൗണ്ടൻസ്, ദിസ് ഇസ് എ ബെസ്റ്റ് പ്ലേസ്. അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. നല്ലൊരു കിടിലൻ ഡ്രൈവാണ്. ഇനി ഇവിടെ മേളിൽ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് കാണാൻ ഉള്ളത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ കയറി നമ്മൾ മുകളിൽ വരുമ്പോഴത്തേക്കിനും ഉള്ള ഒരു ചെറിയൊരു ടൗണാണിത്. എല്ലാം ടെമ്പററി ചെറിയ സെറ്റപ്പ് കടകളാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ചക്ക ഉണ്ടാവുന്ന സ്ഥലമാണോ അത്? ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ ചക്ക ഉണ്ടാവുന്ന വളരെ അപൂർവ സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടുത്തെ മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ആൾക്കാർ ചക്ക വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ നല്ല ലോക്കൽ ഫുഡൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ മൊത്തം. ഇതിന്റെ മേളിൽ വന്നിട്ട് നിങ്ങളൊരു റെസ്റ്റോറന്റ് ഒന്നും തപ്പി നടക്കാൻ നിൽക്കേണ്ട, വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ തട്ടിയുടെ സെറ്റപ്പുകളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയാനായിട്ട് എയർടെൽ ഒന്നും ഇല്ല, ജിയോ ആണ് കുറച്ചെങ്കിലും കിട്ടുന്നത്. അത് വല്ലപ്പോഴൊക്കെ കിട്ടുന്നുള്ളൂ, അല്ലാതെ വേറെ സ്ഥലത്തൊന്നും മര്യാദയ്ക്ക് നെറ്റ്വർക്ക് ഒന്നുമില്ല. ഇത് ശരിക്കും നമ്മൾ ഈ 80കളിലെ കേരളം എന്നൊക്കെ പറയാവുന്ന പോലെ, അല്ലെ 80കളിൽ നിന്നും മാറാത്ത ഒരു സ്ഥലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊരു എക്സ്പ്ലോർഡ് ആയിട്ട് ടൂറിസം ഒന്നും കാര്യമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഊട്ടി കൊടൈക്കനാൽ എന്നൊക്കെ പറയുന്നില്ല, അങ്ങനത്തെ സ്ഥലമൊന്നും അല്ല. അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് ആരും ഇവിടെ വരരുത്. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന സോലക്കാടെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗണ്, അവിടെ നമ്മൾ വണ്ടി നിർത്തി. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അവിടെ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ 16 കിലോമീറ്റർ തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടുത്തെ കടയെല്ലാം 7-8 അടയ്ക്കും. ആളും പേരും ഇല്ല, കറണ്ട് പോലും പല സ്ഥലത്തും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒന്നും കടകളിൽ കറണ്ടേ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പവർ കട്ടാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ. ഇവിടെ കൂടുതലും തമിഴ്നാട് വണ്ടികൾ തന്നെയാണ്. ടൂറിസ്റ്റുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. ഇവര് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകും. ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർ പോകും. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതാണ് ഈ തിരക്കൊക്കെ കാണുന്നത് വൈകിട്ട്. പലചരക്ക് സാധനങ്ങളും ഫ്രൂട്ട്സും. ഇത് കണ്ടോ, ധാന്യങ്ങളൊക്കെ കണ്ടില്ലേ വെച്ചിരിക്കുന്നേ, പല ടൈപ്പ് ധാന്യങ്ങള്, മുളക്, ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ ലോക്കലി ഗ്രോൺ ആയിരിക്കും സാധനം. ഇത് കണ്ടില്ലേ, ജീരകം, ഉലുവ, കടുക് 1500 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിലയുടെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. നമുക്ക് ഇവിടെ ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചായക്കടയുണ്ട്.
ചായ. നമ്മൾ വന്ന വഴിയില്ലേ, ആ വഴി ഇറങ്ങി പോകാതെ ഇവിടുന്ന് താഴേക്ക് പോകാൻ വേറെ വഴി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിയേഴ്സ്. നല്ല ചായ, ഓർഗാനിക് ചായ ആണോ? ഏത് ഇവിടുത്തെ വെള്ളമാ? ഓർഗാനിക്കാ. മാർക്കറ്റിലേക്ക് തിരക്ക് കണ്ടോ? ഇവിടെ ഫുൾ ജാമ്പയ്ക്ക, പൈനാപ്പിൾ, ലോക്കലി ഗ്രോൺ ആട്ടോ എല്ലാം. അതായത് പൈനാപ്പിളൊക്കെ നോക്കി, പൈനാപ്പിള്, ജാമ്പയ്ക്ക, പിന്നെ ചക്ക, പഴം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പഴം, ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാണ് ആൾക്കാർ. അതിന് വേണ്ടിയാണ് ഈ തിരക്ക് ഇവിടെ. ഇവിടെ ഫുൾ ബ്ലോക്കാണ് ഗൈസ്. നോക്കൂ, ഇത് എങ്ങോട്ടാ എവിടെ നിന്നോ വരുന്ന ഒരു വണ്ടിയാണ്. ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ഒരാൾ ഇവിടെ നടുക്കുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇയാൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയേക്കുന്നത്. ചെറിയ വഴിയല്ലേ പല സ്ഥലത്തും, അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. എടാ ഈ മലയില് പമ്പൊക്കെ ഉണ്ടാതെ എനിക്കൊന്ന് ഇവിടെ തേക പമ്പാ തോന്നുന്നു കേട്ടോ. ഇത് എടാ ഇവിടെ ഈ മലമണ്ടയ്ക്ക് വരെ ഉണ്ട് മുത്തൂറ്റ് ബാങ്ക്. അടിപൊളി. കോഴഞ്ചേരി ആസ്ഥാനമായിട്ട് നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസ്. നമ്മുടെ നാട്ടുകാരെ ഗൈസ് എവിടെ പോയാലും കോഴഞ്ചേരിയുടെ ഒരു ലഡാക്കിൽ വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലേ, ഇന്ത്യയിൽ എവിടെ പോയാലും ഏത് ഗ്രാമത്തിൽ പോയാലും ഉണ്ടാവും മുത്തൂറ്റ് ഫിനാൻസ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സെമ്മേഡ് എന്ന് പറയുന്ന ഈ മലയുടെ മേളിലെ ഏക ടൗൺ എന്ന് പറയുന്നത്. ഏക ടൗൺ ആണെന്ന് അറിയത്തില്ല, ഇതാണ് ഇവിടുത്തെ ടൗൺ. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എയർടെല്ലിനും ജിയോയ്ക്കും ഒക്കെ റേഞ്ച് കിട്ടിയത്. ഇവിടെ മാത്രമേ റേഞ്ച് ഉള്ളൂ. ഈ ബസ്സൊക്കെ വരുന്നത് ഇവിടെ വരെയാണ്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ആവണമെന്നുണ്ടെങ്കിൽ 1-2 ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഉള്ളത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഹോട്ടൽ വരുണൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവാം. എന്തുകൂടാ അത്? കൊല്ലി ഹിൽസിലെ ഗോലി സോഡ വാങ്ങിച്ച് കഴിക്കുന്നത്. എന്താ ഋഷേ, എന്തോ കുടിച്ചു? ഗോലി സോഡ കുടിച്ചോ? ആ, ഇന്ന് ഋഷിക്കുള്ള പൊറോട്ടയും ചിക്കനും. പള്ളി കണ്ടോ ഇവിടെ? പള്ളിപ്പെരുന്നാളാണോ? ആ സെമ്മാട് എന്ന് പറഞ്ഞ ടൗണിൽ അവിടെ തന്നെയായിരുന്നു ബസ് സ്റ്റാൻഡും മറ്റുമൊക്കെ. അവിടെ നമ്മൾ ഫുഡെല്ലാം വാങ്ങിച്ച് നമുക്കിനി 16 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോകണം. 16 കിലോമീറ്റർ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ കാട്ടിലൂടെ, കാടെന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തം കുരുമുളകായിരുന്നു. കുരുമുളക് കൃഷി സ്ഥലത്തൂടെ ഇങ്ങനെ 16 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മളൊരു വീടിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ഇതാണെന്ന് തോന്നുന്നു വീട്. ആണോ? നമുക്ക് അയച്ചു തന്ന ലൊക്കേഷനിൽ നമ്മൾ വന്നു. ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല, ഒന്നുമില്ല. ഒരാളുടെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് വിളിക്കാനായിട്ട് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇത്രയും വിജനമായിട്ടുള്ളൊരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടിട്ടില്ല. ആ കൃഷി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. നാളെ കാണിച്ചു തരാം ഞാൻ. സംഭവം സെറ്റപ്പ് സ്ഥലം അത്. ബാ കൃഷി നോക്കി ഇറങ്ങണേ. ഇത് ജോസേട്ടൻ അല്ലേ? ജോസേട്ടൻ ഇടുക്കിക്കാരനാണ്. ഇവിടെ 20 വർഷമായിട്ട് ഇവിടെയാണെന്ന് പറയുന്നു. ഇവിടെ ഫുൾ തോട്ടമാണ്. കുളമൊക്കെ ഉണ്ട്. നാളെ കാണാം. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ഗേറ്റിന്റെ മുമ്പിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ താമസിക്കാം. പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പ് കണ്ട ശേഷം ഇവിടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇവരുടെ തോട്ടവും പരിപാടികളൊക്കെയാണ്. സെറ്റപ്പാ, നാളെ കാണാം. ഇത് ശരിക്കും ഒരു ഫാം സ്റ്റേ ആണെന്ന്. ഇതിന്റെ ഓണർ ശരിക്കും ഒരു ഹോം സ്റ്റേ ആണ്, പക്ഷെ ഇതിന്റെ ഓണർ ഇവിടെ ഇല്ല. അവർ ചെങ്ങന്നൂർക്കാരാണ്. അവരെന്തോ കല്യാണത്തിനായിട്ട് നാട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. സോ ദേ നോട്ട് ഹിയർ. അപ്പൊ അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു, അവരുണ്ടാക്കി തരുമായിരുന്നു. അപ്പൊ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടേസ്റ്റ് ടേബിൾസ് ഉണ്ട്, നമുക്ക് ചൂടാക്കി കഴിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. ഇവിടെ വേറെ താഴെ ഞാൻ പോയി കണ്ട്, അവിടെ 2 ബെഡ്റൂം, വലിയ ഒരു വീട് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ. നാളെ പകല് കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ്ടോ, ദിസ് ഈസ് ദ ബെഡ്റൂം. അടിപൊളിയല്ലേ? നൈസ്. ഇവിടെ വെതർ എത്ര അറിയോ? 22-23 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഹ്യൂമിഡ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുറത്ത് നോക്കിയാൽ കൂർഗ അങ്ങനെയാണോ അതേപോലെ ഇരിക്കും. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം. അപ്പോ നമുക്ക് വിശന്ന് പൊളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഋഷിയാണെങ്കിലും ഞങ്ങളാണെങ്കിലും എല്ലാവരും. പൊറോട്ട നമ്മളിവിടെ ഉള്ള സൗകര്യത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കി കെറ്റലിൽ നെയ് പാത്രത്തിനകത്ത് ഒഴിച്ച്, ഇനിയിപ്പോൾ നമ്മൾ സോയ കോക്കനട്ട് ഫ്രൈയും ബഫലോ മീറ്റ് ഡ്രൈ ഫ്രൈയും അത് രണ്ടും കൂടെ പൊട്ടിക്കുക. ഈ വെള്ളത്തിനകത്തോട്ട് ആ പാക്കറ്റ് മുക്കിയിടുക. ഈ രണ്ടും കൂടെ ഇടാൻ പോകണോ? ഓക്കെ. ഇത്തവണത്തെ സെറ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എനിക്കും അബിക്കും ബഫലോ മീറ്റ് ഡ്രൈ ഫ്രൈ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിടുക്കാച്ച സാധനമാണ് ഇത്. നിങ്ങൾ ടേസ്റ്റ് ടേബിൾസിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. അതേപോലെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ടെക് ട്രാവലർ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. ട്രൈ ചെയ്ത് നോക്കാം. ടെക് ട്രാവലർ കൂപ്പൺ കോഡ് ഉപയോഗിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഒരു പൊറോട്ട ഒക്കെ ചേർത്ത് പിടിക്കാൻ പറ്റല്ലോ.
ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, കിടില സാധനം അത്, അത്ര അടിപൊളി സാധനമാണ്. BDF എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും പോത്തിറച്ചി ഡ്രൈ ഫ്രൈ, കിടില സാധനം. അതേപോലെ തന്നെ ശ്വേതയുടെ ഫേവറേറ്റ് ആണ് സോയ കോക്കനട്ട് ഫ്രൈ, അതും അടിപൊളിയാണ്. ഇനി 2 സാധനം അബി എടുത്തോണ്ട് വരുന്നുണ്ട്. അടുത്ത സാധനം അവൻ കൊണ്ടുവന്നത് കടായി ചിക്കൻ. കടായി ചിക്കൻ ആണോ അബി ഇന്ന്? കടായി ചിക്കൻ എടുക്കാം, കണ്ടു നോക്കാം. കുറെ സംഭവം ഉണ്ട്, മറ്റേ ചില്ലി ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്, വണ്ടി നിറച്ച് ടേസ്റ്റബിൾസാ. അതെ അതെ. അപ്പോൾ സോയ കോക്കനട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഞാനത് പൊട്ടിക്കുവാണ്. ഇതെല്ലാം ജാപ്പനീസ് റിട്ടോട്ട് പാക്കിംഗ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. പൊട്ടിച്ചപ്പോൾ മണം കണ്ടോ? അതെ, ഇതിനകത്ത് ശരിക്കും സത്യം പറഞ്ഞാൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ജാപ്പനീസ് റിട്ടോട്ട് ടെക്നോളജി എന്ന് പറയുന്നത് അത്തരത്തിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും വേണ്ടാത്ത ഒരു ടെക്നോളജിയാണ്. നമ്മൾ ടേസ്റ്റബിൾസിൻ്റെ ഫാക്ടറി പോയിട്ട് അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലരും. സോ നല്ല മണം. ഇത് ശരിക്കും ഓവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓവനിൽ വെച്ച് ചടയെന്ന് പറഞ്ഞ് ചൂടാക്കിയാൽ മതിയായിരുന്നു. ഓവനിൽ ചൂടാക്കുമ്പോൾ കവർ പൊട്ടിച്ചൊഴിച്ച് ചൂടാക്കണം. ബഫോളോ മീറ്റ് ഫ്രൈ കുറച്ച് നേരം വെക്കണം. അതെ, ഇതിപ്പോ നമുക്ക് ഇവിടെ ഉള്ള ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കടായി ചിക്കൻ റെഡി. ഋഷി കഴിച്ചോ കേട്ടോ. ഓക്കെ, ചിക്കൻ കറിയാണേ. ഇത്തവണ BDFന്റെ മുകളിൽ ഇടാനായിട്ട് സവാള ഇല്ല ഗൈസ്. ഇതിന്റെ മേളിൽ സവാള ഇട്ടല്ല അതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ശ്വേത പൊറോട്ട വിത്ത് സോയ ചങ്ക്സ്. ഇവിടെ ചിക്കൻ കറി, ഞാനിവിടെ നമ്മുടെ ബഫല്ലോ ഡ്രൈ ഫ്രൈ. എന്താ ഇതിന്റെ പ്രശ്നം എന്താ? കറണ്ട് പോയി ഗൈസ്, കറണ്ട് പോയി. അതായത് വൈഫൈ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, റേഞ്ച് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. ശരിക്കും ഇതാണ് ട്രൂലി എന്താ പറയാ, ഡേഞ്ചർ അല്ല, മറ്റേ നേച്ചർ, ട്രൂ നേച്ചർ. ഞങ്ങൾ ഉറങ്ങാൻ പോവാ, വേറെ ഒന്നുമില്ല. കൊള്ളി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അല്ലേ, കൊള്ളി ഹിൽസിലാണുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഇടി വെട്ടിയപ്പോഴത്തേക്കും അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. സോ എന്നോട് പുള്ളി ഒരു കറണ്ട് പോകണം, എന്നെ വിളിച്ചാൽ മതി വാട്സപ്പിൽ. ഇവിടെ വാട്സപ്പിൽ ഇതില്ല, റേഞ്ച് ഇല്ല, വൈഫൈ പോയി. കറണ്ട് പോയപ്പോഴത്തേക്കിന് വൈഫൈ കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ എന്തായാലും സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്, ടുമോറോ, ബൈ ബൈ ബൈ. വീഡിയോ അവസാനിപ്പിച്ചതല്ല, നാളെ ഉണ്ട് ബാക്കി. നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ രാവിലെ നമ്മുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു കുളം. ഇവിടെ ഇത്രയും വലിയൊരു ഫോറസ്റ്റ് ഫീൽ ആയിരുന്നു ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി മനസ്സിലാക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. ഇതിന്റെ തൊട്ട് പുറകെ റോഡാണ് പോകുന്നത്, പക്ഷേ വേറെ ശല്യമോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. ഇന്നലെ രാത്രി 10 മണി മുതൽ രാവിലെ 6:30 വരെ കറണ്ട് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പവർ കട്ട് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷേ സുഖമായിട്ട് വൈഫൈ ഇല്ല, കറണ്ട് ഇല്ല, നല്ല തണുപ്പ്, ഇതെല്ലാം ആയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. കറക്റ്റ് രാവിലെ എണീറ്റ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. പക്ഷെ ഇവിടെ മുകളിൽ നിന്നുള്ള കാഴ്ചയുണ്ടല്ലോ, ദാറ്റ്സ് ജസ്റ്റ് അമേസിങ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മലയാളിയുടെ ഒരു തോട്ടമാണ്. ഇവിടെ ധാരാളം ആളുകൾക്ക് തോട്ടം ഇതേപോലെയുള്ള പ്ലാന്റേഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം കുരുമുളക്, പിന്നെ കോഫി, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത്. പിന്നെ ചക്ക, പ്ലാവ്, വാഴ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചാമ്പയ്ക്ക, അങ്ങനെ സംഭവങ്ങളുണ്ട്. കുരുമുളകാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇവിടെ ഇവരുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ വലിയൊരു കുളമുണ്ട്. ആ കുളമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതും. മുകളിൽ നിന്ന് കാണാനും ഭയങ്കര ഭംഗിയാണ്. പിന്നെ അപ്പുറത്ത് മാറിയാണ് ഇവരുടെ കോട്ടേജുകളും ഇവരുടെ വീടുകളൊക്കെ ഉള്ളത്, ഇവർ താമസിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത്. ഇവരെല്ലാവരും ഇപ്പം നാട്ടിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇപ്പം ഭക്ഷണമൊന്നും കിട്ടാത്തില്ല എന്നുണ്ട്. അവർ ഭക്ഷണം ഉണ്ടാക്കി തരും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവരെല്ലാവരും എത്തോ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയതാണ്. ഇപ്പോൾ ഇവിടെ ജോസേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൗണ്ടൻ്റെ താഴ്വാരം, അതായത് ആ നാമക്കൽ ആ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. മറ്റൊരു വശത്ത് നോക്കുമ്പോഴത്തേക്കിനും അതിവിജനമായിട്ട് കിടക്കുന്ന ഒരു കിഡിലൻ ഫോറസ്റ്റ് ലാൻഡ് പോലെ തോന്നിക്കുന്ന ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് കൂടെ ഇങ്ങനെ സിക്സ് ആയിട്ട് പോകുന്ന കുഞ്ഞു വഴിയാണെന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ടുള്ള വഴി, അതിനിടയ്ക്കുള്ള ലോറികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കിഡിലൻ ആംബിയൻസിലുള്ളൊരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഐലൻഡിൽ പോയാൽ എങ്ങനെയാണോ ആ ഒരു പ്രതീതിയാണ് ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറി വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മൾ 70 ഹെയർ പിൻ കർവുകൾ ഉപയോഗിച്ച് കയറി വന്നു. വേറെ അധികം ഹെയർ പിൻ കർവേഴ്സ് ഇല്ലാത്ത വേറൊരു വഴിയും കൂടെ ഉണ്ട് സേലം ഭാഗത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ 2 വഴിയാണ് ഈ ഒരു കൊല്ലിമലയിലേക്ക് കയറി വരാനായിട്ടുള്ളത്. എന്നാലും ഇറ്റ്സ് ട്രൂലി എ ഹിഡൻ ജെം. കൊല്ലി ഹിൽസ്, കൊടൈക്കനാല്, ഊട്ടി എന്നൊക്കെ പറയുന്ന പോലെ അത്ര ക്രൗഡ്
ഇവിടെ ഒരു ക്രൗഡും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല. സോറി, തേങ്ങ മാങ്ങയൊക്കെ ഉണ്ടാവും. ഒരു ക്രൗഡും ഇല്ല, ഒരു പ്രശ്നമില്ല. എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങി കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിന് പോകാൻ. നമ്മളെ താഴെ ആ കാണുന്ന കുളത്തിന്റെ സൈഡിലേക്ക് പോകാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ കുറെ ചെടികൾ, ചെമ്പരത്തിയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു വഴിയിലൂടെ നടന്ന് പോകണം. കുളത്തിൽ പോകുന്ന എങ്ങനെയാ ജോസേട്ടാ? കാണിച്ചു തരൂ, ഞങ്ങള് കുളത്തിൽ പോട്ടെ. കുളം കാണണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടണം. വേമ്പാ. ഇവിടെ മൊത്തം മയിലാണല്ലോ ചേട്ടാ, ഒന്നും കണ്ടില്ല, പക്ഷെ ശബ്ദം കേൾക്കാം. അയ്യോ, എന്തുവാടാ ഋഷി ഇത്? നീ ആള് കൊള്ളാട്ടോ. അവന് കാര്യം നേട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യും. അതെ, ഇതാണ് കുളം. ഇത് നിങ്ങൾ ഈ കൃഷിക്കൊക്കെ എടുക്കുന്ന വെള്ളമാണോ? ബോട്ട് ഇടാൻ പറ്റുമല്ലേ? ഇത് നിങ്ങളുടെ സ്വന്തം കുളമാ? അടിപൊളി സംഭവം. കിടിലാണ്. നോക്കി, മൊത്തം ചുറ്റിനും പച്ചപ്പ്, മയിലിന്റെ സംഗീതം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. കുളം അടിപൊളി. എല്ലായിടത്തും കുറെ കുളങ്ങളുണ്ട് ഇതിനകത്ത്. കിടില സ്ഥലം അല്ലടാ. എന്ത് സൈലന്റ് ആണേ, ഭയങ്കര സൈലന്റ് ആട്ടോ. റേഞ്ച് ഇല്ല, ഒട്ടുമില്ല. റേഞ്ച് ഇല്ല. റേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഭക്ഷണം വാങ്ങിച്ച ടൗണില്ലേ, അവിടെ മാത്രമേ റേഞ്ച് ഉള്ളൂ. വേറെ എവിടെ റേഞ്ച് ഇല്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ BSNL പോലും ഇല്ല. 1.5 കിലോമീറ്റർ അപ്പുറത്ത് BSNL റേഞ്ച് കിട്ടുമെന്ന്. എന്ത് കഷ്ടമല്ലേ. അത്രയും പോലും റേഞ്ച് ഇല്ലാത്ത വിജനമായിട്ടുള്ള ഒരു റിമോട്ട് സ്ഥലം. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ? വെള്ളത്തിൽ തൊടാൻ പോയേക്കോ ഒരാള്. തൊട്ടോ? ഹാപ്പി ആയോ? പോവാം. മുതലൊന്നുമില്ല. കുരുമുളക്, പ്ലാവ്. ശരിക്കും ഇവിടെ പുറത്തിറങ്ങി റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ കൂർഗിലൊക്കെ എത്തിയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ ജോസേട്ടാ. ബൈ, കാണാം. ബൈ. എന്തോരം കുരുമുളകാണ് നോക്കിയാൽ. കുരുമുളക് മാത്രമേ ഉള്ളു. എവിടെ നോക്കിയാലും കുരുമുളകാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇത്ര അടുപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല കുരുമുളക്. എനിക്കൊന്ന് കൂർഗിലൊക്കെ പോകുന്നൊരു ഫീല്. അതാ ഞാൻ പറഞ്ഞത്, കൂർഗിൽ പോകുന്ന പോലെ തന്നെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെങ്കിൽ 16 കിലോമീറ്റർ പോകണം. വേറെ വഴിയില്ല. എന്തോ KFC വേണോ? KFC ഫ്രഞ്ച് ഫ്രൈസ് ആണോ? അത് ശരി. ഇത് കണ്ടോ, അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴ്വാരം കാണാൻ സാധിക്കും. ആ ദൃശ്യമാണ് രാവിലെ ഞാൻ റിസോർട്ടിൽ നിന്ന് ഡ്രോൺ പറത്തിയെടുത്തത്. ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട്. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. റോഡിന് അടുക്കൊക്കെ ഇട്ടാ വണ്ടി പണിയുന്നത്. വർക്ക്ഷോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊരു വൈഫൈ പോയിന്റ് ആണോ? ഫ്രീ വൈഫൈ എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു ചായക്കട ചോദിച്ച വല്ലതും കിട്ടുമെന്ന്. സാപ്പാടെന്ന് പറഞ്ഞ ഊണ്. ഫുഡൊന്നും ചോദിക്കാൻ പറഞ്ഞു. അഭി വണ്ടി എടുത്തിട്ട് സാപ്പാട് എടുക്കാം. അഭി പറഞ്ഞില്ലാന്ന്. അപ്പൊ ഷെയർ ചോദിച്ചു ടിഫിൻ എടുക്കാം. അതുകൊണ്ട് ഇഡലി ഉണ്ടെന്ന്. ശാപ്പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാപ്പാടല്ല, അത് ഊണിനാണ് ശാപ്പാടെന്ന് പറയുന്നത്. മീൽസ്, മനസ്സിലായ? ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാ, ഒരു ബേക്കറിയും മറ്റു സംഭവങ്ങളുണ്ട്. ഇവിടെ തന്നെയാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 60കളിലെ 70കളിലെ നമ്മുടെ പഴയ കേരളത്തിലെ ഒരു ഗ്രാമം അതുപോലൊക്കെ തോന്നും. ഇതാണ് ഇവിടുത്തെ ചായക്കട. ഇവിടെ ഇഡ്ഡലിയും ദോശയും ഓംലെറ്റും കിട്ടും, വേറൊന്നും കിട്ടൂല. ഇഡ്ഡലി, ദോശ, ഓംലെറ്റ്. കസേരയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അഭി. ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 1 2 പേര്. ഹൈ, ഇഡ്ഡലി കടത്തി വെച്ച ഇഡലി. നല്ല ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി, പൂ പോലത്തെ. നല്ല എരിവുള്ള ചട്നി, സാമ്പാർ, അടിപൊളി. അക്ക ചട്നി സൂപ്പറാണ്. ചട്നി സൂപ്പർ. ചട്നി രണ്ടും സൂപ്പറായിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ഒരു ആളും പേരും വളരെ കുറച്ചുള്ള ഒരു ഗ്രാമത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് 160 രൂപയാണ് നമുക്ക് 4 പേർക്ക് നമ്മൾ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം കഴിച്ചതിനായത്. അതിൽ 3 പേർക്ക് ദോശ, പിന്നെ ഒരാൾക്ക് ഇഡലി, പിന്നെ 3 ഡബിൾ ഓംലെറ്റ്. അതെല്ലാം കൂടെ ചേർത്താണ് 160 രൂപ. അടിപൊളി. 160 അത്ര വെട്ടി ഒഴുങ്ങിട്ട് വല്ലാണ്ട് വെട്ടി ഒഴുകിയില്ലേ? അതാണ്.
സൗണ്ട് കേട്ടോ ഗൈസ്, ചീവീടല്ലേ. ഇവിടെ മൊത്തം ഈ പറഞ്ഞ പോലെ കുരുമുളക്. ഈ കാണുന്ന മരത്തിലെല്ലാം കുരുമുളക് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന എല്ലാ മരത്തിലും കുരുമുളകാണ്. അതാണ് ഫുൾ കാണാൻ സാധിക്കുന്നത്. എന്തുവാടേ ഇത്? മയിൽ കണ്ടോ? ഓ അടിപൊളി. അതിങ്ങനെ അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? കണ്ടോ? അതതിന്റെ ഇണയെ വിളിച്ചു. ഓ പറന്ന്. കണ്ടോ? നോക്ക് കണ്ടോടാ ഋഷി? അടിപൊളിയേ. ദേ വേറൊരു പറന്ന് വരുന്ന അപ്പുറത്ത്. ആ ഇണ വന്നതാ വിളിച്ചപ്പോഴത്തേക്കിന്. കണ്ടോ? 3 എണ്ണം ഉണ്ട്. നോക്കിയേ, എന്ത് ഭംഗിയല്ലടാ. ശരിക്കും അതെ, പീലി വിടർത്ത്. കാരണം ഇണയുണ്ട് അടുത്ത്. ഒരു പെൺമയിലും 2 ആൺമയിലും. അവര് 3 പേരും കൂടാണ് ഇവിടെ കറങ്ങി നടക്കുന്നത്. ചെയ്യൂല കൊത്തും. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ വ്യൂ പോയിന്റ്. ഇതൊക്കെ വ്യൂ പോയിന്റ് വന്ന് അവിടെ വണ്ടി തിരിക്കുന്നു. ഈ ഒരു കിടില സ്ഥലം നോക്ക്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ നമുക്ക് താഴെ നമുക്ക് ആ ഒരു നാമക്കൽ ടൗൺ കാണാൻ സാധിക്കും. ഈ ഒരു മലയുടെ ഏതോ ഒരു മൂലയ്ക്കുള്ള ഒരു ഭാഗം. അതാണ് സംഭവം. ഇവിടെ വേറെ സംഭവങ്ങളോ ഇതൊന്നും ഇല്ല. ഉണ്ടല്ലേ? നോക്കിയേ, ഇങ്ങനെ കിടക്കാം. ഇവിടെ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു വില്ലേജ് കാണാം. നോക്കി, ഓടിട്ട പഴയ വീടുകൾ. അതിന് മുകളിലായിട്ട് കൊള്ളി വീരൻ ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടെമ്പിൾ കാണാം. ചെറിയൊരു കുഞ്ഞു വില്ലേജ്. ഈ വില്ലേജിൽ ഇത്രയും വീടുകളേ ഉള്ളൂ. ഇവരൊക്കെ ഇവിടെ ഈ കൃഷിയും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. കണ്ടില്ലേ? ഇവിടെ ഈ 4500 അടി ഉയരത്തില് ഇവിടെ ഈ മലയുടെ മേളിൽ ഇവിടെയൊക്കെ നെൽകൃഷി വരെ ഇവര് ചെയ്യുന്നുണ്ട്. കണ്ടോ? ആ നെൽകൃഷിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ കാറ്റാടി മരങ്ങളിലെല്ലാം കുരുമുളകാണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഇത് വേറെ ഒരു ഗ്രാമം. ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിലേക്ക് വീടുകളാണ് നമുക്ക് ഈ കാണുന്നത്. പഴയ ടൈപ്പ് വീടുകൾ. എല്ലാം പഴയതാട്ടോ. ആ പഴയ വീട് അപ്ഗ്രേഡ് ചെയ്ത് പുതിയതായിട്ട് പണിത വീടുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ളത്. വിലാരം വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ സിക്സ് ആഗായിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിപ്പോൾ എസ് ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നു എന്നുണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും ഇതൊരു വേറെ തന്നെ ഷേപ്പിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. ഇതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന മരങ്ങളെല്ലാം ഈ പറഞ്ഞ പ്ലാന്റേഷൻ ആണ്. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ കണ്ട പോലെ തന്നെ ഉള്ള ആ ഒരു കുരുമുളകും കാപ്പിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു തോട്ടത്തിന് നടുവിലൂടെ ഇങ്ങനെ സിക്സ് ആഗായിട്ട് വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ സർക്കാർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ റോഡിലൂടെയാണ് ശരിക്കും നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്ത് ഭംഗിയല്ലടാ അബി? ഒരു രക്ഷയില്ല, അടിപൊളിയല്ല. ആ റോഡ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അബിയാണ് വണ്ടി ഓടിച്ച് എൻജോയ് ചെയ്യുന്നത്. ശരിക്കും അത്രയ്ക്ക് കിടുവാണ്. അതായത് വണ്ടി ഓടിക്കാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിച്ച് ആസ്വദിക്കാൻ പറ്റും. അത്ര കിടിലം വഴിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരും. ചില ഗ്രാമങ്ങളൊക്കെ വളരെ പഴയ വീടുകളായിരിക്കും. ചില ഗ്രാമങ്ങളൊക്കെ പുതിയ കളർഫുൾ വീടുകളുണ്ടാവും. എന്തായാലും റോഡിലൊന്നും ആരെയും കാണാൻ സാധിക്കില്ല. വളരെ കുറച്ച് ആൾക്കാരാണെന്ന് തോന്നുന്നു ഇതിന്റെ മുകളിലുള്ളത്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു ട്രഡീഷണൽ തമിഴ് വില്ലേജ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഗ്രാമങ്ങളാണ് ഇവിടെ. അൺടച്ച്ഡ്, പ്യോർലി അൺടച്ച്ഡ്. ചെന്റെ പൊന്നെ പൊളിച്ച് നോക്ക്. ഇത് കണ്ടാ? നല്ല കിടിലം വ്യൂ പോയിന്റ്. പ്ലാവ് നിപ്പുണ്ട്. പ്ലാവിലൊക്കെ ചക്ക നിപ്പുണ്ട് പല സ്ഥലത്തും. പിന്നെ പ്ലാവ്, പുളി അങ്ങനെയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാല് ഒരു കിടിലൻ സ്ഥലം. അടിപൊളി. നമ്മളിപ്പോ കണ്ട വില്ലേജ് ഉണ്ടല്ലോ, ആ ഒരു രക്ഷയില്ല ആ വില്ലേജ് കാണാനായിട്ട്. അടിപൊളി. അതായത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇവിടെ ആൾക്കാർ എത്ര സമാധാനപരമായിട്ടായിരിക്കും ജീവിക്കുന്നത്. റേഞ്ച് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, വിദ്വേഷമില്ല, വേറെ പ്രശ്നങ്ങളില്ല.
ഒരു വിഷയമില്ല, സമാധാനപരമായിട്ട് കൃഷിയൊക്കെ ചെയ്ത് സന്തോഷപൂർവ്വം ജീവിക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കുന്ന സ്ഥലം കൊല്ലി ഹിൽസ്. ഇവിടൊക്കെ ഈ മലയുടെ താഴ്വാരത്തൊക്കെ ഇവര് നെൽകൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. നെൽകൃഷിയും അതും അതും സ്റ്റെപ്പ് ഫാമിംഗ് പോലെയാണ് ആ നെൽകൃഷി അവിടെ നട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് തട്ടായിട്ട് ഇങ്ങനെ ആ ഒരു നെൽകൃഷി അവിടെ നിൽക്കുന്ന കാണാൻ പ്രത്യേക ഭംഗിയാണ്. ചുറ്റിനും മലകളും, മലയുടെ മേളിൽ എല്ലാ ടൈപ്പ് കൃഷിയും ചെയ്യുന്നുണ്ട്. മലയുടെ മേളിൽ ഒരു കൃഷി, താഴെ വേറൊരു കൃഷി, ഇത്തിനും വെള്ളവും ഇവിടെയുണ്ട്. അത്ര എഫക്റ്റീവായിട്ട് ആളുകൾ പ്രൊഡക്റ്റീവായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന സുന്ദരമായ ഒരു സ്ഥലം കൊല്ലിമല. പൊളിച്ച് എടാ, ഇവിടെ നിറച്ച് ഏഞ്ചൽസ് ട്രംപറ്റ് നിൽക്കുന്നത്. ഈ കൊല്ലിമല മൊത്തം ഏഞ്ചൽസ് ട്രംപറ്റ് ആണ്. കൊല്ലിമലയുടെ മേളിൽ കൂടെ പോകുന്ന ഒരു തമിഴ്നാട് RTC ബസ് നോക്കിയേ. നാമക്കൽ ടു എന്തോ ഒരു സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട്, എനിക്ക് അറിയില്ല. അടിപൊളി നോക്കിയേ, കൊള്ളാവേ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കിടിലൊരു വ്യൂ ഉണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു ടവർ ഉണ്ട്. അതിന് മേളിൽ കയറാന്ന് വിചാരിച്ച് നിർത്തിയ. കുറച്ച് സ്റ്റെപ്പ് കയറേണ്ടി വരും, അത്രേ ഉള്ളൂ. ആടാ ഇത് എന്തുവാടെ ഇത്? എവിടെ? അതെ, ബിയർ കൂപ്പി പൊട്ടിച്ചിട്ടിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അയ്യേ, ഫുൾ കച്ചറാഹേ. എന്നാലും സംഭവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ ഒക്കെ മുകളിലേക്ക് കയറുന്ന പോലെയുള്ള ഒരു സ്റ്റെപ്പ് കയറി വേണം പോലെ. ഇത് ഫുള്ള് സാമൂഹിക വിരുദ്ധരുടെ താവളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം, അതായത് ഇന്ത്യയില് വിൽക്കുന്നതും വിൽക്കാത്തതുമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പേടിക്കണ്ട കേട്ടോ, വാ. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് വ്യൂ പോയിന്റ്. നമുക്ക് ഇതിന്റെ ഏറ്റവും മേളിൽ കയറാം. ഇത്ര നല്ല സ്ഥലമല്ലേ ഇങ്ങനെ ഇത്തരത്തില് ആൾക്കാര് ഉപയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെ ചീത്തയാക്കിയിട്ടിരിക്കുന്നത്. ഇതിപ്പോ നോർത്ത് ഇന്ത്യ ആയിരുന്നെങ്കിൽ മുറുക്കിത്തുപ്പിയ പാടും ഉണ്ടാവും. ഇവിടെ എന്തായാലും മുറുക്കിത്തുപ്പിയ പാട് വളരെ കുറവാണ്. നിഗൂഢത നിറഞ്ഞ സ്ഥലത്തിന്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, വാവ്. ഇതിനകത്ത് ഇനി എഴുതാത്തതായിട്ടൊരു സ്ഥലം പോലും ഇല്ല. ഇതാണല്ലേ വ്യൂ പോയിന്റ്? ഇതാണ് ഈ വ്യൂ പോയിന്റ്. നോക്ക് ശേഖ, സബ്സെ ബഡാ വ്യൂ പോയിന്റ് ഹേ. വാവ്, ഒന്നുള്ള കാഴ്ചയൊക്കെ പൊളിയാണ്. നോക്കിയേ, ആ റോഡിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. കിട്ടില്ല ആംബിയൻസ്, പൊളിച്ച്. അങ്ങനെ നമുക്ക് ആ താഴ്വാരമൊക്കെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മലയുടെ ഇടയ്ക്കൂടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കിനും അങ്ങ് ദൂരെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ചെറുതാണോ അറിയില്ല. ഇവിടെ വലിയൊരു ആകാശഗംഗ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കിട്ടില്ലൊരു വ്യൂ പോയിന്റ്. സംഭവം അടിപൊളിയാ. നോക്കിയേ, പക്ഷെ ഇവിടെ ആകെ ഫുൾ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണെന്നേ ഉള്ളൂ. അത് തന്നെ വെള്ളച്ചാട്ടം. അതാണോ വെള്ളച്ചാട്ടം? നോക്ക്, നമ്മുടെ ഡയറക്ഷൻ അങ്ങോട്ടല്ലേ വെള്ളച്ചാട്ടം വേണ്ട. ആ വെള്ളച്ചാട്ടത്തിന്റെ ആകാശ ദൃശ്യം ഞാൻ കാണിച്ചുതരാം. കാരണം ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1300 സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങിയിട്ട് 1300 സ്റ്റെപ്സ് കയറി വരണം. ഏകദേശം 4-5 മണിക്കൂർ ഹാർഡ് വർക്ക് ഉണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. എന്തൊരു ചേലാണ്. എന്തിനു നീയാണ് തുടരില്ല പാട്ട് ആശാൻ പാടുന്നത്. അങ്ങനെ നമ്മൾ ആകാശഗംഗ വാട്ടർഫോളിന്റെ അങ്ങോട്ടേക്കുള്ള വഴിയിലാണ്. പൈസ പിരിക്കുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്. ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ 30 രൂപ പാർക്കിങ്ങിന് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് പോകണം, നടന്നു പോകണം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫുൾ ചക്കയാണ്. ഇവിടെ താഴേക്ക് ബഗ്ഗിയൊക്കെ പോകുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ താഴെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ നിന്നാണ് ഈ ഫോൾസിലേക്കുള്ള സ്റ്റെപ്സ് ഇറങ്ങി പോകേണ്ടത്. കഠിനമായിട്ടുള്ള സ്റ്റെപ്സാണ്, ഫുൾ അടിപൊളിയാണ്, പക്ഷെ കഠിനമാണ്. കാരണം 1300 പടി എന്ന് പറയുമ്പോഴത്തേക്കും അടപ്പ് തെറിക്കും. എന്തോ പ്രശ്നം? എന്താ അടി? ഇവിടെ അമ്മയും മോരും തപ്പി അടിയാ. എന്തോ അമ്മ എന്തോ പറഞ്ഞ കൊടുത്ത അതിന്റെ വിഷമമാണ്. അമ്മയും മോരും എപ്പോഴും അടി. അവിടെ ഞങ്ങളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ താഴെ കട ഉണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ എയർടെലും ജിയോ ഒക്കെ 5G വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മള് താഴെ അമ്പലത്തിന്റെ അവിടേക്ക് നടക്കുക. 5G അല്ല, റേഞ്ച് മര്യാദക്ക് കിട്ടുന്ന ഇപ്പോഴാണ്, ഇവിടെ വന്നപ്പോഴാണ് ഈ മലയിൽ കയറിയിട്ട്. ആ വീടൊക്കെ നോക്കിയാൽ മതി, പഴയ വീട്. ആ ഓടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴെന്ന് പറഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ഇവിടെ പറമ്പിലൊക്കെ ഉണ്ടായ ചേമ്പും സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ?
അപ്പൊ ഇതാണ് ഇവിടുത്തെ അരപ്പലീശ്വർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ. ഈ ക്ഷേത്രത്തിന്റെ അകത്തു നിന്നാണ് നമുക്ക് ആകായഗംഗൈ വാട്ടർഫോൾസിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കണ്ടോ. ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അമ്പലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അത്ര വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും ആയിട്ട് മാറിയിട്ടില്ല, പക്ഷെ ഉടനെ ആയി മാറും. ഇവിടെ ഫുൾ തമിഴ്നാട് ക്രൗഡാണ്, പിന്നെ കുറച്ച് കർണാടക ക്രൗഡ് ഉണ്ട്. നമ്മളൊരു കേരള ക്രൗഡിനെ നമ്മൾ കണ്ടതേ ഇല്ല ഇതുവരെ അല്ലേ. രുദ്രാക്ഷ മാലകൾ മാത്രം വിൽക്കുന്ന ഒരു കട. ഇതൊക്കെ ഒറിജിനൽ ആയിരിക്കും ഇവിടെ. പുകയുന്ന രുദ്രാക്ഷം, പുകയുന്നത് വേറൊന്നുമല്ല കേട്ടോ, മറ്റേ കുന്തിരിക്കയാണ്. ഇവിടുത്തെ കടകളെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീടിനോട് ചേർന്നുള്ള കടകളാണ്. ആ ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് കുറെ കടകളുണ്ട്. ശരിക്കും വണ്ടികളൊക്കെ വേണം ഇങ്ങോട്ട് വരും, പക്ഷേ ഇവര് അവിടെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ബഗ്ഗി സർവീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടുത്തെ ഒരു ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. ആ ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് അരപ്പാലീശ്വരൻ എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, പലതരത്തിലുള്ള ധാന്യങ്ങൾ. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. ഈ ഒരു വഴി കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് 30 രൂപ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോകാം. അമ്പലത്തിന് നേരെ മുമ്പിൽ തന്നെ ഇത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പോകാൻ പറ്റും. 1 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഞങ്ങൾക്ക് കിട്ടിയ പ്രസാദമാണ് പച്ചരി, വെറും അരി. കാണിച്ചേ ഇത് കേട്ടാ, ഞങ്ങൾ അകത്ത് കയറിയായിരുന്നു. വെറുതെ അരി. പിന്നെ ടേസ്റ്റ് ഉണ്ടോ? മധുരം വല്ലതും ഉണ്ടോ? ആണല്ലേ. യൂസ്ഡ് പാമ്പേഴ്സ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ റോഡിൽ. പാമ്പേഴ്സ് യൂസ് ചെയ്യാനുള്ള സംസ്കാരം നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്ന് നമുക്കറിയില്ല അല്ലേ. ആകാശഗംഗൈ വാട്ടർഫോൾസ്, അതായത് നമ്മൾ കണ്ട ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കണം എന്ന് പറയുന്നത്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുള്ള ഡിസ്റ്റൻസ് ആണ്. അത്യാവശ്യം നന്നായിട്ട് നടന്നിറങ്ങി 1200ഓളം വരുന്ന സ്റ്റെപ്പുകൾ നടന്നിറങ്ങി ചെന്ന് കാണാവുന്ന ആ വാട്ടർഫോൾ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ. ആ വാട്ടർഫോൾ അതായത് ശരിക്കും ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്നും നമ്മൾ താഴെ കണ്ട ആ ഒരു അരുവിയിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലൂടെ വീണ് ഒരു നദിയായി മാറുന്നത്. ആകായഗംഗൈ അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ താഴെ വീഴുന്ന ആ വെള്ളം അയ്യാരു റിവർ എന്നും പറഞ്ഞുകൊണ്ട്, അയ്യാരു നദി എന്നും പറഞ്ഞുകൊണ്ട് അയ്യരു നദി എന്നായിരിക്കും പറയുന്നത്, ഒരു നദിയായിട്ട് മാറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു കൊല്ലിമലയുടെ മുകളിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു നദിയും ആ ഒരു വെള്ളച്ചാട്ടവും. ആ വെള്ളച്ചാട്ടം ഇവിടുത്തെ ഒരു പ്രധാന ഒരു അട്രാക്ഷനാണ്. കുറെ ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് നടന്നു പോകുന്നതായിട്ടൊക്കെ കണ്ടായിരുന്നു. താഴെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കുളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, പക്ഷെ താഴെ വീണിട്ട് അവിടുത്തെ മണ്ണിന്റെ കളർ ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് ചെളിവെള്ളം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആ മലകളും കുന്നുകളും പിന്നെ അതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന കൃഷിസ്ഥലങ്ങളും മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ഇവിടെയൊക്കെ നല്ല രീതിയിൽ പാർക്കിംഗ് ഒക്കെ അനുവദിച്ച് പാർക്കിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു അമ്പലമാണെങ്കിലും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അമ്പലത്തിന് അവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ടൂറിസം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊല്ലിമലയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. എന്നാലും ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് വർക്ക്. ഒരു കിടില സ്ഥലമാണ്. കൊല്ലിമലയിൽ വരുന്നവര് നിങ്ങൾക്ക് നല്ലൊരു ട്രെക്കിംഗ് ആസ്വദിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ ആളും വരും വന്നു തുടങ്ങി എല്ലായിടത്തും കാശല്ലേ. അവിടെ ഉണ്ട് 40 രൂപ പാർക്കിംഗ് ഫീസ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഈ കൊല്ലിമല വരുന്ന ആൾക്കാർ ഈ അമ്പലത്തിൽ കയറാതെ പോവില്ല. കാരണം ഈ കൊല്ലിമലയ്ക്ക് കൊല്ലിമല എന്ന് പേര് വരാൻ കാരണം ഇവിടെ ഈ അമ്പലം ഉള്ളത് കൊണ്ടാണ്. എട്ടുകൈ അമ്മൻ കോവിലെന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. ഇവിടെ മെയിൻ റോഡ് സൈഡിൽ നിന്നും വണ്ടി ഇട്ടിട്ട് താഴേക്ക് കുറച്ച് നടന്നു പോകണം. ഇവിടെ മൊത്തം വാഴ കൃഷിയാണ്. താഴെ കാണുന്ന മൊത്തം കുരുമുളകും. ഇങ്ങനെ ഇറങ്ങി നമുക്ക് താഴേക്ക് പോകണം. ഒന്നുകിൽ ഈ അമ്പലങ്ങളൊക്കെ ഏതെങ്കിലും മലയുടെ മേളിലായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും താഴ്വാരത്തായിരിക്കും. ഇതൊരു മലയുടെ മുകളിലാണല്ലോ. ചക്കയൊക്കെ നിൽക്കുന്നുണ്ട് ആ പ്ലാവയിൽ. അമ്പലമൊക്കെ അടിപൊളി ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. ഇത് നോക്കി ഒരു അമ്പലക്കുളം അങ്ങ് ദൂരെ പുക കാണുന്നുണ്ടോ, അവിടെയാണ് അമ്പലം. ഇവിടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചായക്കടകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഈ പണിയാരം ഉണ്ടാക്കി കിട്ടും. ഇവിടെ ആൾക്കാർ പണിയാരം കഴിക്കുന്നവർ അവിടെ ഇരുന്നിട്ട് നോക്കി. അതെ നോക്കുക, അവർ പണിയാരം ഉണ്ടാക്കുന്നുണ്ടോ അവിടെ.
നമ്മുടെ ഉണ്ണിയപ്പം ഇല്ല, അതാണ് സാധനം, പണിയാരം. അത് മധുരമില്ലാത്ത ഉണ്ണിയപ്പം. തത്തനെ വെച്ചിട്ടുള്ള മറ്റേ പക്ഷി നോട്ടക്കാര് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷി നോട്ടം എന്നാണ് എന്നെ പറയുന്നത്, അല്ലെങ്കിൽ തത്തനെ വെച്ചിട്ട് ഭാവി പ്രവചിക്കുന്ന ആൾക്കാർ, അങ്ങനെ സംഭവമില്ല ഇത്. അത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നല്ല മണം കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു അമ്പലത്തിലേക്കൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു മണം. ചുറ്റും വാഴയാണ്. ഇപ്പുറത്ത് നല്ല തിരക്കുണ്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരു കാട്ട് ക്ഷേത്രമാണ് കേട്ടോ ഇത്, ഒരു കാട്ടിലെ ക്ഷേത്രം പോലെ ആ ഒരു ആംബിയൻസ്. ഇവിടെ എല്ലാം മറ്റേ ഇതാടാ കടകളാടാ, ഉണ്ണിയപ്പ കടകളാടാ. ഇത് കണ്ടോ ശൂലമൊക്കെ തറച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടുത്തെ ഒരു ബലിപ്പുര ആയിരിക്കും ഇത് ബലിപ്പുരയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് മുകളിലേക്ക് കയറി പോകണം. ഇവിടെ ക്യാമ്പാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ആളുകളൊക്കെ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ തീർത്ഥാടകരുണ്ട്. തീർത്ഥാടകരൊക്കെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ് അവര് അരിഞ്ഞ് കായൊക്കെ അരിഞ്ഞ് സാമ്പാറിനും മറ്റുമൊക്കെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഭക്ഷണം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ആണാ. അവിടെ ആളുകള് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ മുകളിൽ. നോക്കി, ഈ അമ്പലത്തിന്റെ പേര് എട്ടുകൈ അമ്പൻ കോവിലെന്നാണ്. ഈ എട്ടുകൈ അമ്പന് കൊല്ലിപ്പാവ എന്നും ഒരു വിളിപ്പേരുണ്ട്. അപ്പൊ അങ്ങനെ കൊല്ലിപ്പാവ എന്ന് പറയുന്ന ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് കൊല്ലിമലയായി മാറിയത്. അതായത് ഈ കൊല്ലിമലയെ കാത്തു സൂക്ഷിക്കുന്ന അമ്മനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ഇവിടുത്തെ ചരിത്രം ബ്രീഫായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പരിപാടികൾ, നല്ല ആംബിയൻസ്. അങ്ങനെ കൊല്ലിമല വന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ കുറേ വ്യൂ പോയിന്റുകളും സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കുറേ അമ്പലങ്ങളുണ്ട്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ പോകാം. അങ്ങനെ പല സംഭവങ്ങളും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ സെമ്മേട് ടൗണിൽ പോയിട്ട് നമ്മൾ സെമ്മേട് വഴി നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള പ്ലാനാണ്. അതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം. വിശക്കൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അവിടെ ഒരു വെള്ളച്ചാട്ടം. ഓ പൊളിച്ച് നോക്കിയേ. വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതാണ് അവിടെ ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം. അതിന് താഴെയൊക്കെ ആൾക്കാരുണ്ട്. വെള്ളച്ചാട്ടം എവിടെ ഉണ്ടോ അവിടെ നമ്മളുണ്ടാവും. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നോക്കി, ചെറിയ ഇത് വലിയ ടാസ്ക് ഇല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വെള്ളച്ചാട്ടം. ഈ തമിഴ്നാട്ടിലെ വെള്ളച്ചാട്ടങ്ങളെല്ലാം ഇതേപോലെ ആളുകൾക്ക് കുളിക്കുന്നതിന് വേണ്ടി സേഫ് ആയിട്ട് ഇങ്ങനെ കമ്പിയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. റേഞ്ച് ഇല്ലെങ്കിലും റോഡ് അടിപൊളിയാ. റോഡ് നല്ല റോഡാണ് കേട്ടോ. ഇതിന് മുകളിലെല്ലാം കിടില റോഡാ. റേഞ്ച് ഇല്ല, കൊള്ളാവുന്നൊരു റെസ്റ്റോറന്റ് ഇല്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ഇന്നലെ നമ്മൾ രാത്രി വാങ്ങിച്ച ഫുഡൊക്കെ ഇല്ലേ, അതൊക്കെ ആക്ച്വലി ശോകമായിരുന്നു. അതെ, ശോകം എന്ന് പറഞ്ഞാലേ യൂസ്ഡ് എണ്ണയിലായിരുന്നു പല സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ ടേസ്റ്റ് ടേബിൾസിന്റെ കറികളൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ താമസിച്ച വീട്ടിൽ അവർ നാട്ടിൽ വരുന്നതുകൊണ്ട് അവർക്ക് ഇല്ലാതുകൊണ്ട് അവർ കുക്ക് ചെയ്ത് തരുമായിരുന്നു. അവർ നല്ല അടിപൊളി ഫുഡൊക്കെ ചെയ്തു തരും. ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് രാത്രിയിൽ, ഇത് ആക്ച്വലി നമ്മൾ ചുരം കയറി വരുന്ന ആ ഒരു ജംഗ്ഷനാണ്, ആ ഒരു ടൗണാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാർ ഈ ഇവിടുന്ന് ധാന്യങ്ങളും ചക്കയും മാങ്ങയും പഴവും ഒക്കെ നാട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള തിരക്കായിരുന്നു. ഈ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ക്ലോസ്ഡ് ആയി. ഇതൊക്കെ വൈകിട്ട് വാങ്ങുള്ളൂ. അതായത് ഇവിടെ വന്ന ആൾക്കാർ സൈറ്റ് സീയിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ ഇതെല്ലാം വാങ്ങാനായിട്ട് വരുന്നത്. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും തിരക്കില്ല. ഇവിടെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ധാന്യങ്ങളുണ്ട്. നോക്കി, കളറിൽ എന്തൊക്കെ വലിപ്പത്തിലുള്ള ധാന്യങ്ങളാണെന്ന് നോക്കി. അടിപൊളി. ഇത് നമ്മുടെ ഉലുവ, ഇത് കുരുമുളക്, പെരുംജീരകം തന്നെ, സാധാ ജീരകം, പെരുംജീരകം, ഗ്രീൻ പീസ്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നോക്കി, അരിയാണോ ഇതൊക്കെ? ഡിഫറെന്റ് നെല്ലാണോ അതോ അരിയോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അരി. നോക്കി, പല കളറിലുള്ള അരിയൊക്കെ ഉണ്ട്. ശ്വേത ഇവിടെ വീട്ടിലേക്ക് ഒരു ലോഡ് ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചു. പറയുന്നത് ലാഭമാണെന്നാണ് പറയുന്നത്. ലാഭമാണോ അല്ലയോ എന്നുള്ളതിലുപരി ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം എന്നുള്ള രീതിയിലാണ് നമ്മളിത് വാങ്ങിച്ചത്. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് കയറി വരാൻ തന്നെ സാറല്ലേ ഓടിച്ചത്. തിരിച്ചു പോകുമ്പോ എനിക്ക് ഓടിക്കാൻ തരുമോ? നമുക്ക് ആ ഹെയർ പിന്നിലൊന്ന് നിർത്തിയിട്ട് തിരിച്ച് ഞാൻ ഓടിക്കട്ടെ? കയറി വരാൻ നേരം നീയല്ലേ ഓടിച്ചത്. താങ്ക് യു. നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ ഒരു ശരിക്കും ഓൾറെഡി നമ്മളിപ്പോൾ 8 ഹെയർ പിൻ കഴിഞ്ഞു. ഹെയർ പിൻസ് കഴിഞ്ഞു. ഇത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കി കഴിയുമ്പോഴാണ് ശരിക്കും നല്ല കിടിലൻ വ്യൂ കിട്ടുന്നത്. ഡ്രൈവർ സീറ്റ് കരസ്ഥമാക്കിയല്ലേ? നീ ഓടിച്ചില്ലേ? ഞാൻ ഓടിക്കട്ടെ. ഇറക്കം ഒരു ടാസ്ക് ആണ് കേട്ടോ. ഒരു ടാസ്ക് ആണ്. നമുക്ക് മാനുവലിട്ട് ഓടിക്കാം അല്ലെ? മാനുവലിട്ട് പതുക്കെ പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് പിടിച്ച് താഴെ എത്തുമ്പോഴത്തേക്കിനും ഓടിച്ചാൽ മതിയായിരിക്കും. എന്തായാലും ലെറ്റ്സ് ഗോ ഡൗൺ ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. പുല്ലി ഹിൽസ് പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്. ഇതിന്റെ മേളിൽ വന്നു കഴിഞ്ഞാലും ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്.
നിങ്ങൾക്ക് പകൽ ട്രിപ്പ് വരണമെന്നുണ്ടെങ്കിൽ പകൽ ട്രിപ്പ് വരാം, ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വരിക, നിങ്ങൾ മേളിലൊരു റൂം എടുക്കുക, കിടക്കുക, എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പകല് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുക. നല്ലൊരു കിഡിലൻ ഒരു സംഭവമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് റിയലി ഗുഡ്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ചെട്ടിനാട് കരായിക്കുടി എന്നൊക്കെ പറഞ്ഞ സ്ഥലം, അവിടേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ചെട്ടിനാട് പോയിട്ട് ചെട്ടിനാട് മാൻഷൻസ് കാണണം. ട്രിച്ചി വഴിയാണ് നമ്മൾ പോകുന്നത്. ചെട്ടിനാട് മാൻഷൻസ് കാണണം, ചെട്ടിനാട് ഫുഡ് അടിക്കണം. അങ്ങനെ കിടിലം പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കുക. കൊല്ലിമലയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. We will see you guys tomorrow with another video. അതുവരേക്കും